കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിവാഹ വീഡിയോയാണ് കേട്ടോ. 16 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു വീഡിയോയാണ്. കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറ്റി CD-യിൽ. ഇതെൻ്റെ വീട്ടിലെ കുഞ്ഞ് തത്തമ്മയാണ്. എൻ്റെ പേരും അനിയൻ്റെ പേരും എല്ലാവരുടെ പേരൊക്കെ വിളിച്ചിരുന്ന എൻ്റെ കുഞ്ഞ് തത്തമ്മയായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല കേട്ടോ. ഇത് കൂടുതൽ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ബ്യൂട്ടി പാർലർ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള പരിപാടികളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ അച്ഛട്ടോ. ഇത് എൻ്റെ അമ്മയാണ്. പിന്നെ ഞാനും പിന്നെ എൻ്റെ അനിയനാണ് കേട്ടോ. ഞങ്ങളൊരു കുഞ്ഞ് ഫാമിലിയാണ്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും അനിയനും അടങ്ങിയൊരു ചെറിയൊരു കുടുംബമാണ്. ഇത് എൻ്റെ അച്ഛമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയാണത്. അപ്പോൾ കല്യാണം കെട്ടാൻ പോകുന്ന ഇതിൽ എല്ലാവരും കാക്കലാചാരം ചെയ്യാന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അച്ഛന്മാരെ കാൽക്കൽ വീണു, അച്ഛൻ്റെ കാൽക്കൽ വീണു, അമ്മേരെ കാൽക്കൽ വീണു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സങ്കടമായി. ഇപ്പോൾ അച്ഛനും ഇല്ല കേട്ടോ. അച്ഛൻ മരണപ്പെട്ടിട്ടൊക്കെ ഒരു 5 വർഷത്തോളമായി. അച്ഛമ്മയും മരണപ്പെട്ടിട്ടൊരു 14 വർഷക്കാലത്തോളമായി. ഇതെൻ്റെ വല്യച്ഛനാണ് ഇപ്പോൾ പോയത്. ഇതൊക്കെ നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളും ചേട്ടന്മാരും മാമന്മാരും വല്യച്ഛന്മാരൊക്കെയാണ് കേട്ടോ. തൊട്ട വീട്ടിലെയും ആയിട്ട്. അപ്പോൾ ഒരുവിധം പോവാനുള്ള ആളുകളൊക്കെ എത്തി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട വീട്ടിലെ ചേട്ടനാണ് കുട ചൂടി തന്നിട്ട് പോകുന്നത്. അത് നമ്മുടെ അഫ്സൽ, നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. അതേമാതിരി വല്യച്ഛൻ്റെ മോന് കണ്ണൻ, അതേമാതിരി നമ്മുടെ സുഹൃത്ത് അഫീഫാണ് ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ പോകാൻ വേണ്ടി. പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ CD കുറേ വാഷ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കി കിട്ടിയില്ല. അപ്പോൾ അതിലത്തെ കുറച്ച് വീഡിയോകൾ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഉള്ള വീഡിയോസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ കല്യാണം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അമ്പലത്തിൻ്റെ ഒരു നല്ലൊരു ചൈതന്യത്തിൽ തന്നെയാണ് വിവാഹ കർമ്മങ്ങളൊക്കെ പിന്നീട്ട് കഴിഞ്ഞ്. അന്നത്തെ ദിവസം ഗംഭീര തിരക്കായിരുന്നു. അന്ന് ഒരുപാട് കല്യാണങ്ങൾ നടന്നൊരു ദിവസമായിരുന്നു. ഏറ്റവും കൂടുതൽ കല്യാണം കഴിഞ്ഞ ഒരു ദിവസം അന്നായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ ദിവസം നടന്നു. ചിങ്ങമാസത്തിലായിരുന്നു കല്യാണം. ഓണത്തിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഏകദേശം ഇവിടെ വെച്ചിട്ട് ഏകദേശം കുറേയൊക്കെ ബ്ലറായിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ആ താലി കെട്ടുന്ന വരെയുള്ള ഒരു ചെറിയ ഒരു വീഡിയോസ് മാത്രമാണ് കിട്ടിയത്. ബാക്കിയെല്ലാം നമ്മുടെ ഇതിൽ നിന്ന് പോയി. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ആണ് നമ്മുടെ ഇത്രയും കാലം ഞാനും എൻ്റെ ദിവ്യയും എൻ്റെ മക്കളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് ജീവിക്കാനുള്ളൊരു അനുഗ്രഹം ഭഗവാൻ ഇതുവരെ തന്നു. ഇനി അങ്ങോട്ടും ഭഗവാന്റെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് ഗുരുവായൂർ കിഴക്കേ നടയാണ് കേട്ടോ. നമ്മുടെ വിവാഹം കഴിഞ്ഞത് 3 പന്തലാണ് അവിടെയുള്ളത്, കല്യാണ മണ്ഡപമുള്ളത്.
അതിൽ ആദ്യത്തെ മണ്ഡപത്തിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഗംഭീര ഒരു തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗംഭീര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആളുകളെയൊക്കെ കൊണ്ടുപോകാനെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും കൂടിയിട്ട് ഗംഭീര തിരക്കായിരുന്നു. എല്ലാവർക്കും എത്തിപ്പെടാൻ ശരിക്കും പറ്റിയിട്ടില്ല. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അതായത് താലി കെട്ടുന്ന ഒരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എൻ്റെ ഭാഗ്യമെന്ന് തന്നെ പറയാം. എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എൻ്റെ ഭാര്യ. വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ആ ടൈമിൽ. ആർപ്പുവിളികളോടും അതേമാതിരി നാദസ്വരമേളങ്ങളോട് കൂടിയിട്ടൊക്കെ ആ ഒരു വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ടൊരു ചെറിയൊരു ഔട്ട്ഡോർ പരിപാടിയാണ്. ചെറിയൊരു വീഡിയോ തൊട്ട വീട്ടിലാണ് വെച്ചിട്ട്, മൊയ്നിക്കാന്ന് പറയും ആളെ വീട്ടിൽ വെച്ചിട്ട് ഗാർഡനും പാർക്കുകളൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോസാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കുറേ വീഡിയോസൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ ഈ CD ന്ന് കട്ടായിപ്പോയി. അതിൽ നിന്ന് ചെറുതായിട്ട് കിട്ടിയൊരു ഭാഗമാണ് ഏകദേശം ഈ ഒരു ഔട്ട്ഡോർ. ലാസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് കിട്ടി, ഫ്രണ്ടും കുറച്ച് കിട്ടി. ബാക്കി ഉള്ള ഒരുവിധം ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് കട്ടായിപ്പോയി. കുറേ നമ്മൾ CD കഴുകി വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. എന്നാലും ഇത്രയും മാത്രമാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, പിന്തുണയ്ക്കുക ഒക്കെ ചെയ്യണേ. എല്ലാവർക്കും വളരെ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ നേർന്നുകൊള്ളുകയാണ് നമ്മൾ. അങ്ങനെ 16 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിങ്ങമാസത്തിൽ ഓണത്തിൻ്റെ തലേദിവസമായിരുന്നു ഏകദേശം കല്യാണം. എന്തായാലും ഓണം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നീടുള്ള ഓണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു 3 മക്കൾ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുണ്ട്. വളരെ സന്തോഷമായി പോകുന്നു. അമ്മയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ദിവസങ്ങൾ നേർന്നുകൊള്ളുകയാണ് നമ്മൾ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഇതുവരെ ഇത്രയും കണ്ട നമ്മുടെ ഈ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞുകൊള്ളുകയാണ്. പിന്നെ എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത്. അതേമാതിരി തന്നെ ഒരു കമൻറ്റും ഇട്ട് നമ്മുടെ വീഡിയോസിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നു. താങ്ക് യു.